നിങ്ങൾക്കറിയാം കേരളത്തിൽ നല്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പണമില്ല. ഖജനാവ് ഏതാണ്ട് കാലിയായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. ധനമന്ത്രിക്ക് വല്ലാത്ത വീർപ്പുമുട്ടലിന്റെ കാലമാണിപ്പോ. ഈ സാമ്പത്തിക പ്രതിസന്ധി കടക്കാൻ ചില ബദൽ മാർഗങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല ഈ പദ്ധതികൾക്കൊക്കെ മുൻഗണനാക്രമം പ്രയോറിറ്റി നിശ്ചയിക്കും. അത്യാവശ്യം വേണ്ട പദ്ധതികൾ മാത്രം നടപ്പിലാക്കും. അതുപോലെ ശമ്പളവും ക്ഷേമ പെൻഷനും ഒക്കെ നൽകാനുള്ള തുക കണ്ടെത്തുന്നതിനും പ്രാധാന്യം കൊടുക്കും. മാത്രമല്ല കേരളത്തിന്റെ അവസ്ഥ നിർമ്മല സീതാരാമനെ ബോധ്യപ്പെടുത്താൻ, കേന്ദ്ര ധനമന്ത്രിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് വാർത്ത വരുന്നത്. വി എ ഗിരീഷ് മറ്റു വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് തത്സമയം ചെയ്യുന്നു. ഗിരീഷ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ അഗെയിൻ. എന്തൊക്കെയാണ് ഗിരീഷ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ ഒരു സമയത്താണ് കേന്ദ്രം കടമെടുപ്പ് പരിധിയിൽ വീണ്ടും വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. ഈ ജനുവരി മുതൽ മാർച്ച് വരെ 3 മാസത്തേക്ക് കടമെടുക്കാനുള്ള പരിധി, അതായത് 7400 കോടിയിൽ നിന്ന് 1800 കോടിയായിട്ട് കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതായത് 5600 കോടിയുടെ വെട്ടിക്കുറവാണ് കേന്ദ്രം വരുത്തിയത്. നമുക്കറിയാം ജനുവരി മുതൽ മാർച്ച് വരെ ഏതാണ്ട് 20,000 കോടിയോളം രൂപ സംസ്ഥാനത്തിന് വേണം. കാരണം ചെലവുകൾ നടന്നു പോകുന്നതിന്, അതോടൊപ്പം തന്നെ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന്, കരാറുകാർക്ക് നൽകുന്നതിനൊക്കെ ഏറ്റവും ചുരുങ്ങിയത് 20,000 കോടിയെങ്കിലും ഈ 3 മാസങ്ങളിൽ വേണം. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രം വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. ഇതിൽ കേരളത്തിന്റെ തനത് നികുതി വരുമാനം ഒഴിച്ചു നിർത്തിയാൽ 10,000 കോടിയിലേറെ രൂപ സംസ്ഥാനം അധികമായി കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ്. ഈ കേന്ദ്ര സഹായം പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ഇതിൽ 5600 കോടിയുടെ വെട്ടിക്കുറവ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും സംസ്ഥാനത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇത് പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് വീണ്ടും കത്തയക്കാനാണ് ഇപ്പോൾ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി ധനകാര്യ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചില പദ്ധതികൾക്ക് മുൻഗണന നിശ്ചയിക്കുന്നതിനുള്ള ധനകാര്യ വകുപ്പിൻ്റെ നീക്കമാണ്. കാരണം കേന്ദ്രത്തിൽ നിന്ന് ഇനി തുക കിട്ടിയില്ലെങ്കിൽ സംസ്ഥാനത്തിന് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളിൽ, ഇപ്പോൾ നടന്നു വരുന്ന പദ്ധതികളിൽ ചിലതിന് ഏതിന് വേണം മുൻഗണന എന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്ഷേമ പെൻഷനുകളെയും ഇപ്പോൾ സംസ്ഥാനം നൽകി വരുന്ന ഗ്രാൻറ്റുകളെയും ബാധിക്കുമോ എന്ന ആശങ്ക ധനകാര്യ വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സുഗമമായി നടത്താനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനും ഇപ്പോൾ ധനകാര്യ വകുപ്പ് നിർദ്ദേശം നൽകി. ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്ഷേമനിധി ബോർഡുകളെയും അതോടൊപ്പം തന്നെ കേരള ബാങ്കിനെയും ആശ്രയിക്കുന്ന കാര്യത്തിലും ഇപ്പോൾ ധനകാര്യ വകുപ്പിൽ ചർച്ച നടക്കുകയാണ്. കാരണം ഇത്ര വലിയൊരു തുക ഈ ഒരു 3 മാസത്തിൽ കണ്ടെത്തുക എന്നുള്ളത് സംസ്ഥാനത്തെ മാത്രം സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ സഹായം വേണം. ഇല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും അതോടൊപ്പം തന്നെ സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കാനുള്ള ഒരു നീക്കവും ഇപ്പോൾ ധനകാര്യ വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കാൻ. താങ്ക് യു വി എ ഗിരീഷ്. ഗിരീഷാണ് നമുക്കൊപ്പം ചേർന്നത്.